ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കറിയാവുന്ന ചില ശാസ്ത്രങ്ങൾ, ജ്യോതിഷശാസ്ത്രം, സംഖ്യാശാസ്ത്രം, കൈരേഖാശാസ്ത്രം, വാസ്തുശാസ്ത്രം പലർക്കും അറിയാവുന്നവരാണ്. എന്നാൽ പുതിയ തലമുറയ്ക്ക് ഈ വിഷയങ്ങളെപ്പറ്റി വലിയ ജ്ഞാനമില്ല. എന്നാൽ പഴയ ആൾക്കാരെല്ലാം തന്നെ ഈ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ആ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടു പോകാറുമുണ്ട്. അതിന് ജാതിയോ മതമൊന്നുമില്ല. എല്ലാ ജാതിയിലുള്ളവരും ഇത് പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭൂമിയിലൊരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ, ഒരു വീട് പാല് കാച്ചണമെങ്കിൽ, ഒരു മുഹൂർത്തം തീരുമാനിക്കണമെങ്കിലും ജ്യോതിഷശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതുമായി പങ്കുവയ്ക്കുന്ന ധാരാളം വ്യക്തികൾ എല്ലാ മതത്തിലും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണ് ജ്യോതിഷശാസ്ത്രം. എക്സ്പെർട്ടുകൾ വളരെ 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 കുറവാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു, അവരുടെ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. അവരാ അറിവുകൾ പലർക്കും പങ്കുവച്ചില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ ജ്യോതിഷശാസ്ത്രജ്ഞന്മാർ ആ പഴയ കാര്യങ്ങളെല്ലാം എടുത്തു വച്ച് പഠിച്ച് കണക്കാക്കി പറയുന്നവരാണ്. അതിൽ തെറ്റുകൾ വരാം, ശരികൾ വരാം. അതുപോലെയാണ് വാസ്തുശാസ്ത്രം. ഇന്ന് വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട്. വീടിന് കല്ലിടുന്ന സമയത്ത് സമയം നോക്കുന്നവരുണ്ട്, വീട് പാല് കാച്ചുന്ന സമയത്ത് സമയം നോക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പലരും സമയമാകുമ്പോൾ, അവരുടെ ആവശ്യമാകുമ്പോൾ, അവരുടേതായ ഒരു വീട് വരുന്ന സമയത്ത് ഇതെല്ലാം ആലോചിക്കാറുണ്ട്, നോക്കാറുണ്ട്. ഇനി കൈരേഖാശാസ്ത്രം, അത് നോക്കി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം എന്ന് പലരും പറയുന്നുണ്ട്. തത്ത കൊണ്ടിട്ട് തന്നെ തത്ത കിളിജ്യോത്സ്യം പറയുന്നുണ്ട്, കൈരേഖയെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ അതും പലരും ട്രൈ ചെയ്യാറുണ്ടെന്നുള്ളതാണ്. ഇനി സംഖ്യാശാസ്ത്രം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ധാരാളം പേർ ഫോളോ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ സംഖ്യാശാസ്ത്രം 1985 മുതലാണ് ഇതിൻ്റെ ഒരു പ്രചാരം വന്നത്. 1985 മുതൽ ഞാൻ പല എക്സിബിഷൻ നടത്തി അവിടെ ന്യൂമറോളജിയെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. എന്നാലും ഞാൻ ന്യൂമറോളജിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഒരു 80% റിസൾട്ട് അതിലുമുണ്ട്. 100% റിസൾട്ട് അതിനകത്തുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാനൊരു ന്യൂമറോളജി 1985 മുതൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നാൽ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ നാം തിരഞ്ഞെടുത്ത് അവർക്ക് എന്തു പറ്റി, അവർക്ക് നാം കൊടുക്കുന്ന നമ്പർ ശരിയാണോ, അവരുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടായോ എന്ന് ഒരു സ്റ്റഡി തന്നെ നടത്തിയാണ് ഇതിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംഖ്യാശാസ്ത്രം വളരെ എളുപ്പമാണ്, എല്ലാവർക്കും പഠിക്കാം. അതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ ധാരാളം വരും, അതിൽ വിശ്വസിക്കുകയും ചെയ്യും.